കൊല്ലം നഗരം കേന്ദ്രീകരിച്ച് നടന്ന വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന നിരവധി ഡ്രൈവർമാർ പിടിയിലായിട്ടുണ്ട്. അതിൽ തന്നെ KSRTC ബസ്സിൻ്റെ ഡ്രൈവറുണ്ട്. ഈ സ്കൂൾ ബസ് പിടിച്ചെടുക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി അരുൺ രാജ്. റിജിത്ത്, നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് ഈ സ്കൂൾ ബസ്സുകൾ അതുപോലെ തന്നെ ഈ സ്വകാര്യ ബസ്സുകൾ ഇവയിലെല്ലാം തന്നെ ഡ്രൈവർമാരുടെ സമീപനം വളരെ മോശമായി തുടരുന്നു എന്നുള്ളത്. എന്തായാലും ഇതിലൂടെ അടിസ്ഥാനത്തിലാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം, അത് കൊല്ലം ACP നേതൃത്വത്തിലുള്ള സംഘമാണ്, അവർ ഇന്ന് കൊല്ലം നഗരത്തിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചത്. ഈ ഓപ്പറേഷൻ റൈഡ് എന്ന പേരിലായിരുന്നു പ്രത്യേക പരിശോധന. ഈ പരിശോധനയിലാണ് കൊല്ലം നഗരത്തിൽ 2.5 മണിക്കൂറിനുള്ളിൽ 17 ഡ്രൈവർമാരെ പിടികൂടിയത്. ഒരു KSRTC ഡ്രൈവർ, 10 സ്വകാര്യ ബസ് ഡ്രൈവർമാർ, 5 സ്കൂൾ ബസ് ഡ്രൈവർമാർ എന്നിവരെയാണ് മദ്യവെച്ച് വാഹനം ഓടിച്ചതിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പോലീസിന്റെ പരിശോധന തുടരുന്നതിനിടയിൽ ഈ ഡ്രൈവർമാരുടെ, സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പോലീസിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നതിനെ തുടർന്ന് പലയിടവും വാഹനങ്ങൾ നിർത്തിയിട്ടതായുള്ള പരാതി കൂടി ഇക്കട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് ഇത്തരത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ കൂടി വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് നിലവിൽ കൊല്ലം സിറ്റി പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം. ശരി, അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഈ അപകട മരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് അത് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.